ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒന്ന് കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ 2-3 ദിവസം മുന്നേ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് റെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ രുക്കുവാവയ്ക്ക് ഞാൻ ഫ്രഷ് ആവുന്ന സമയം കൊണ്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മമ്മ അവിടെ അപ്പം ഉണ്ടാക്കുന്നുണ്ട് രുക്കുവാവയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാവരും അധികം ലേറ്റായിട്ട് കഴിക്കുക. അമ്മമ്മ മാത്രമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കുക. അമ്മച്ചനും കാരണം അവർക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ രുക്കുവാവയ്ക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം വേണം ബാക്കി എൻ്റെ പരിപാടീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ എങ്ങനെയാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും അടുത്ത വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുക. ബാക്കി ഫുഡ് ഞാനിങ്ങനെ രുക്കുവാവയ്ക്ക് കൊടുത്തു. അങ്ങനെ ഏകദേശം രുക്കുവ ഫുഡ് കഴിച്ച് തുടങ്ങിയപ്പം ഞാനിതാ എൻ്റെ പരിപാടീസ് തുടങ്ങി. വലിയ ബോട്ടിൽ വെള്ളം കുടിക്കാൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. കാരണം യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സിംറ്റംസും എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളം കുടിക്കുന്ന കണ്ടപ്പോൾ രുക്കുവാവ് ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ കുപ്പി അവിടെ നിന്ന് മാറ്റി. അപ്പോൾ ആൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കണ്ടേ, ഇതെവിടെ, ഞാനിപ്പോൾ ഇവിടെ സാധനം കണ്ടാണല്ലോ എന്നുള്ളത്. കാരണം അതിൽ വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര എപ്പോഴും തരിപ്പ് പോകും. ഗ്ലാസ്സിൽ തന്നെ കുടിക്കുമ്പോൾ തന്നെ അധിക സമയം തരിപ്പ് പോകുന്നത് കൊണ്ട് ഞാൻ വെള്ളം അങ്ങനെ സിപ്പ് ചെയ്യാൻ കൊടുക്കാറില്ല, കുറവാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചി സ്നേഹിച്ച് കളിക്കുകയാണ്, ഉമ്മ വെച്ച് കളിക്കുകയാണ്. എപ്പോഴൊന്നും അവനിങ്ങനെ കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ല മൂഡായതുകൊണ്ടാണ് കിട്ടിയത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വെള്ളയപ്പവും ചെറുപയർ കറിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ട് പറയുന്നത്. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ വിശപ്പുകൊണ്ട് കഴിക്കുക, താഴെ വല്ല ബ്രെഡോ ജാമോ കഴിച്ചാലേ വിശപ്പ് മാറും, ആ അവസ്ഥയായിരുന്നു കേട്ടോ. വേറെ നിവർത്തിയില്ലാതെ അത് കഴിക്കുകയാണ്. എനിക്കാണെങ്കിൽ മരുന്ന് കുടിക്കുന്നതുകൊണ്ട് ഭയങ്കര വിശപ്പാണ്, ഒടുക്കത്തെ വിശപ്പാണ്. അപ്പം ഞാൻ ഈ വെള്ളപ്പം കഴിക്കുമ്പോഴേ വിചാരിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളത്. അത് ഞാൻ വേറൊരു റീലായിട്ട് തന്നെ ഷോർട്സ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കലുണ്ട്. ഇന്നൊന്നും കഴിച്ചില്ല കേട്ടോ. ഇന്ന് ഈ വെള്ളയപ്പത്തിൽ തന്നെ ചടപ്പായിപ്പോയി. ഇനി ഉച്ചയ്ക്ക് ഹെവി ആക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് കഴിയുന്നതും കഴിക്കുക. രുക്കുവാവയ്ക്ക് ആദ്യം തന്നെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആളിങ്ങനെ കളിച്ചോളും. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി ഫുഡ് കഴിക്കാമല്ലോ. അമ്മ പിന്നെ നേരത്തെ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ രുക്കുവാവ് എപ്പോഴും ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് അധികം ടേബിളിന് മേലെ ഇങ്ങനെ കയറിയിട്ട് ഞങ്ങൾക്കൊക്കെ പ്ലേറ്റിലേക്ക് ഫുഡ് വാങ്ങി ഇട്ട് തരും. അങ്ങനെയൊക്കെ ഇഷ്ടമാണ് രുക്കുവാവയ്ക്ക്. അപ്പം എൻ്റെ അനിയത്തി വീഡിയോ എടുക്കുകയാണല്ലേ, നല്ലോണം കിട്ടുട്ടോ എന്നാണ് പറഞ്ഞത്. ആകെ ഇഷ്ടമേ അല്ല ആളെ വീഡിയോയിൽ കാണിക്കുന്നത്. അമ്മയാണെങ്കിലും ഇനി സൺഡേ അല്ലേ, പണികൾ തുടങ്ങാനുള്ള എനർജിക്ക് വേണ്ടിയുള്ള ഫുഡ് കഴിക്കുകയാണ്. ആരെയും ഒന്നും ശ്രദ്ധിക്കില്ല. ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ഞാൻ നേരെ എൻ്റെ അനിയത്തിൻ്റെ അടുത്തേക്ക് പോയത്. ഒന്ന് കുളിച്ചൂടെ എന്നൊക്കെ ചോദിച്ച് ഞാൻ കളിയാക്കി. സൺഡേ എല്ലാവർക്കും മടിയാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലാണ് ഇങ്ങനെ തന്നെയല്ലേ. ഞാൻ പിന്നെ കുളിച്ചത് വേറെ ഒന്നുമല്ല, വീഡിയോ എടുക്കല്ലേ, ഒന്ന് കുളിച്ചേക്കാൻ വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഞാൻ രാത്രിയോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആവും കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു, പച്ചക്കറി ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, കോഴിമുട്ട ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും കൂട്ടിയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, നല്ല ആസ്വദിച്ചിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പെട്ടെന്ന് ഇനി വിശക്കൂല. എന്നാലും എന്താ പറയുക, ഗ്യാസ് കയറിയിട്ട് ഞാൻ രാവിലെ ചായ കുടിച്ചതിന് ശേഷം വേറെ ഒന്നും കഴിക്കാത്തതിനോണ്ട് ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ സിപ്പപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് കഴിച്ചു. ഞങ്ങളിരുന്ന് വർത്താനം പറയാണ്. അപ്പോൾ അമ്മമ്മ അങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണത്. എൻ്റെ ചേച്ചീൻ്റെ മോനാണ് കേട്ടോ. അപ്പോഴേക്ക് രുക്കുവാവ് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അമ്മേൻ്റെ ഗെറ്റ് ടുഗെദർ ആയിരുന്നു, ഭർത്തുവിൻ്റെ അമ്മേൻ്റെ 10th ബാച്ചിൻ്റെ ഗെറ്റ് ടുഗെദർ ആയിരുന്നു. ഞാനും രുക്കുവാവയും ഭർത്തുവും അച്ഛനും അമ്മയും കൂടി പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ രുക്കുവാവിൻ്റെ തനി സ്വഭാവം പുറത്ത് വന്നുകൊണ്ട് ഞങ്ങൾ മെല്ലെ വിട്ടു കേട്ടോ. അധികം നേരം അവിടെ ഇരുന്നില്ല. പിന്നെ അമ്മേൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡും അമ്മേൻ്റെ കസിനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ആഴ്ചയുടെ സ്കൂളിലാണ് ഇവരൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോന് +2 ഫുൾ A+ കിട്ടിയിട്ട് അനുമോദനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഉണ്ടായിരുന്നു. ഇത് അമ്മ, അച്ഛൻ, രുക്കുവാവ, ഇതാണ് അമ്മേൻ്റെ അനിയത്തി കേട്ടോ, റീനമേമ ഉണ്ടായിരുന്നു. റീനമേമ അടിപൊളിയായിട്ട് പാടും, ഡാൻസ് ടീച്ചറൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. രുക്കുവാവ ഒരു തരി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രുക്കുവാൻ്റെ പപ്പയും ഞാനും കൂടി
നേരെ പോയി രുക്കുവാവയ്ക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കയറി രുക്കുവാവയ്ക്ക് ഒരു ഗ്രേപ്പ് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി. പിന്നെ എനിക്കാണെങ്കിലും കുറേ നേരം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ എല്ലാവരും ഇതാ ഓരോരോ കഥ പറഞ്ഞിട്ടും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴെങ്കിലാണ് എല്ലാവരും കൂടി ഒത്തുകൂടുക. അപ്പം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. രുക്കുവാനെ ഏട്ടന്മാർ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, ഇത് ചേച്ചീൻ്റെ മോളാണ് മാളു, എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ എല്ലാ കളിക്കും നിന്നിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് നൈറ്റിൽ നമുക്ക് ബ്രെഡും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നപ്പം ബ്രെഡും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഞാൻ അതും കഴിച്ച് കിടന്നുറങ്ങി. രാത്രി ആദ്യമൊക്കെ പാൽ കുടിക്കാറുണ്ടായിരുന്നു. ഇപ്പം പാൽ കുടിയൊക്കെ കുറവാണ്. എനിക്ക് ഇപ്പം എന്താ അറിയില്ല, പാലൊന്നും കുടിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും കുടിക്കാറില്ല. പിന്നെ ഇത് കഴിഞ്ഞേരം എനിക്ക് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഒരു പൊറോട്ടയും കൂടി കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.